രാജമോഹൻ ചേട്ടാ, ഇന്ന് മംഗളം പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഭാവന, സിനിമാ താരം ഭാവന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. CPM-ന്റെ ഒരു സർപ്രൈസ് നീക്കമായിട്ടാണ് മംഗളം പറയുന്നത്. സർപ്രൈസ് നീക്കമായിട്ടാണ് CPM-ന്റെ വിസ്മയമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഐഷ പോറ്റി 3 തവണ കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയ ബാലകൃഷ്ണ പിള്ളയോട് തോപ്പിച്ച ഐഷ പോറ്റി CPM-ൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് CPM-ന് വലിയ ക്ഷീണം ചെയ്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഭാവന സർപ്രൈസ് എൻട്രി ആയിട്ട് നിയമസഭയിൽ വരാൻ സാധ്യതയുണ്ടോ ഇലക്ഷന്? ഇന്നത്തെ പരിസ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റിനെങ്കിലും 3ാം ടൈം ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ, അല്ലെ പിണറായി വിജയൻ മേധാവിത്വം പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം ഒരു പരീക്ഷണത്തിന് തയ്യാറായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. ഇപ്പോൾ കുറേ നാളുകളായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ശബരിമല കൊള്ളയൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അസംബ്ലിയിലെ സരിതയുടെ കാര്യം തൊട്ട് ഇങ്ങോട്ട് സ്ത്രീകളുടെ സാരിത്തുമ്പത്തല്ലെ പാവാടത്തുമ്പത്തെ കിടന്ന് കറങ്ങുകയാണ് കേരള രാഷ്ട്രീയം. അപ്പോൾ അത് CPM-ന് അത് വളരെ പരിചിതമായി കഴിഞ്ഞു. എങ്ങനെ ഇത്തരം കേസുകൾ എതിരാളിക്കെതിരായിട്ട് ഉമ്മൻചാണ്ടി നശിപ്പിക്കാൻ CPM-ന് സമർത്ഥമായിട്ട് സാധിച്ചു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ കേസിൽ പോയി എട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഇതേ കേസിൽ. അതുപോലെ ദിലീപിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഇമേജ് ഉണ്ടാക്കി സ്ത്രീകളുടെ വോട്ട് തട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ്റെ മുമ്പിലേക്ക് മറ്റൊത്തിരി സ്ഥാനാർത്ഥികൾ വരും. മുകേഷ് പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ് വരും. മേതിൽ ദേവി ഉൾപ്പെടെ വരും. മത്സരിക്കത്തില്ല, അവർക്ക് അറിയപ്പെടുന്നവരാണ് സമൂഹത്തിൽ. മേതിൽ ദേവിയൊക്കെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നതാണ്, ഭാവനയേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നതാണ്. അതുപോലെ ഈ അതിജീവിതകളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച സരിതയെ മത്സരിപ്പിക്കുന്നു, സിനിമാ നടി സരിതയെ മത്സരിപ്പിക്കുന്നു. മുകേഷിനെതിരായിട്ട് അവർ പറഞ്ഞ ആരോപണങ്ങളില്ലേ, മറ്റേ ഇവിടെ ഗണേശൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം അതിജീവിതകളുടെ ഒരു മത്സരമായിട്ട് കേരള രാഷ്ട്രീയത്തെ പീഡന കേസുകളുടെ മത്സരമായിട്ട് തരം താഴ്ത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശമാണ്. പിണറായി വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഇതുവരെയും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഭാവന മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ച വിവിധ ചടങ്ങുകളിൽ ഭാവന അതിഥിയായി എത്തിയിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ, അതായത് ക്രിസ്മസിന് മുമ്പായിട്ട് തിരുവനന്തപുരത്ത് നടന്ന വിരുന്നിലും ആ ചടങ്ങിൽ കുമ്പളത്തൊരു ഏരിയ സെക്രട്ടറി പീഡിപ്പിച്ചെന്നാണ് പരാതി കൊടുത്ത കേസ് പോലും 3-4 മാസമായിട്ട് എടുത്തിട്ടില്ല. അത്രയും ഉണ്ടായിരുന്നോ ഡിന്നറിന്? അപ്പോൾ ഇതിൽ പറയുന്നത് വിവിധ സാമൂഹ്യ വിഷയങ്ങളിൽ അതായത് ഭാവന ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് ഇടതുപക്ഷം വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പവും ഭാവനയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാവന മത്സരിക്കാൻ സമ്മതം മൂളുമെന്നാണ് പിണറായിയുടെയും പ്രതീക്ഷ. ഭാവന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് മന്ത്രി ശിവൻകുട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആഘോഷമാക്കിയിരുന്നു. നടൻ മുകേഷ് അടക്കമുള്ളവരെ ഇത്തവണ CPM മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുമെന്നാണ്. അങ്ങനെയാണ് മുകേഷുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റി നിർത്താൻ പരാതികൾ അവർക്ക് കൊടുക്കട്ടെ. സരിതയ്ക്കോ മേതിൽ ദേവിയൊക്കെ കൊടുക്കാമല്ലോ, സീറ്റ് കൊടുക്കാമല്ലോ. അതിനെ കൊടുക്കാത്ത സരിതയും പഴയ സിനിമ നടി സരിതയും മേതിൽ ദേവിയൊക്കെ ഇവിടെ ഇല്ലേ, അവർക്കൂടെ കൊടുക്കാമല്ലോ സീറ്റ്. ഇപ്പം ഭാവന മാത്രമാണ് പീഡിപ്പിക്കപ്പെട്ട ആൾ അല്ല. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പുറത്തെ ദിലീപാണ്, 2 സ്റ്റാറാണ്, ജനം പെട്ടെന്ന് ശ്രദ്ധിക്കും. ആ 10 വോട്ടിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. ആരെ കച്ചവടം ചെയ്താൽ 10 വോട്ട്, ആ രീതിയിലാണ് പിണറായി വിജയൻ പോകുന്നത്. സംശയമുണ്ടോ? എന്തായാലും ഒരു സുരക്ഷിതമായ മണ്ഡലം ഭാവനക്ക് കൊടുക്കുമെന്നാണ് മംഗളത്തിന്റെ ഒന്നാം പേജ്. അതിലും വലിയ പ്രശ്നം ഏതാണ്? മണ്ഡലം ഏതാണെന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ അപ്പീൽ നൽകാനൊക്കെ സർക്കാർ പോവുകയാണ്. ഇപ്പോഴും അപ്പീൽ നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത്. P. രാജീവ് ഉൾപ്പെടെയുള്ള പല മന്ത്രിമാരുമായിട്ടും ഭാവനക്ക് അടുത്ത സുഹൃത്ബന്ധമുണ്ട്. ഭാവന മത്സരിക്കുകയാണെങ്കിൽ ഏത് സീറ്റ് കൊടുക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്തായാലും ഭാവന മത്സരിച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടും അതുപോലെ നിഷ്പക്ഷ വോട്ടും ഒരു 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 നടി എന്നുള്ള രീതിയിലും അവർ ഉയർത്തിപ്പിടിച്ച സാമൂഹിക സ്ത്രീപക്ഷ നിലപാടുകൾക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകാനാണ് സാധ്യത. അതിനെക്കുറിച്ച് എന്തായിരുന്നു പറയാനുള്ളത്? എൻ്റെ പൊന്നു ചങ്ങാതി, ഏതെങ്കിലും ഇരയുടെ കാര്യത്തെക്കുറിച്ച് പേരോ സംഭവമോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നടപടിയെടുക്കാൻ നടക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് ഒരു ഇരയെ പരസ്യമായിട്ട് സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ. ഇരയുടെ പേര് പറഞ്ഞാൽ കുഴപ്പമെന്നാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ ഇവരുടെ പഴയ പീഡനക്കഥ പറയേണ്ടി വരും. അത് പറയാൻ പറ്റുമോ? ഇരയാന്ന് പറയാൻ പറ്റുമോ? അതെന്തേ?
അത്രയും കൂടി വഞ്ചനയല്ലേ അവർ ആ സ്ത്രീയോടും വഞ്ചന, അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്, എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അതിനെന്തിനു ഇവർ വഴി അത്രയ്ക്ക് മാത്രം തരം താണ രീതിയിലേക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുമല്ലേ? അല്ലെ എല്ലാവരോടും ആരുടെ പേരും ആർക്കും പറയാം, അത് ഇതൊക്കെ അവരുടെ പേര് പറഞ്ഞതിന് കുഴപ്പമില്ല. എത്ര പേരുടെ പേരിലാണ് പോസ്റ്റ് ഇട്ടതിന്? രാഹുൽ ഈശ്വറിന് വരെ എതിരായിട്ട് കേസെടുത്തതിനാ? എത്ര പേരുണ്ട്? ഇപ്പം ശ്രീനജ കുഞ്ഞമ്മ കേസെടുത്തിട്ടുണ്ട്. എന്തിനാ കേസെടുത്തിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചേ? അല്ല, പിന്നെ അത് കേസല്ല, അതിനല്ല കേസ്. രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇരകളെക്കുറിച്ച് അതിജീവിതമാരെ അവഹേളിച്ചേ, അധിക്ഷേപിച്ചെന്ന് പറയാം. ആ അധിക്ഷേപം ഇവിടെ നടത്തുകയല്ലേ, പരസ്യമായിട്ട് മുഖ്യമന്ത്രിയല്ലേ നേതൃത്വം കൊടുക്കുന്നത്? അല്ലേ പറയണം അതിജീവിതയല്ല, ഞാൻ ബോൾഡായിട്ട് ഫേസ് ചെയ്തു ഇത് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ആ കേസിൻ്റെ അന്വേഷണം ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് വേറെ കാര്യം, കോടതി എന്ന് പറയുന്നത് വേറെ കാര്യം, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പൊളിറ്റിക്സ് അങ്ങനെയാണ്. ഒത്തിരി പേരെ നിർത്താനുണ്ടെന്നേ പറഞ്ഞുള്ളൂ എല്ലാ സ്ഥലത്തും, എല്ലാ ജില്ലയിലും. അല്ല, ഇതൊരു നേരത്തെ രാജ്മോഹൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഇപ്പോൾ UDF പറയുന്ന പോലെ ഒരു വിസ്മയങ്ങൾ ഉണ്ടാവും, വിസ്മയപരമായ പല നീക്കങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു LDFന്റെ അതായത് CPMന്റെ ഒരു വിസ്മയമായി സർപ്രൈസ് നീക്കമായിട്ട് ഇതിനെ വിലയിരുത്താൻ കഴിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ CPMനെ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, CPMന്റെ അണികളുടെ നിലവാരം, അവരെ ഇപ്പോൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് അവർക്ക് പരിചയമുള്ള ഏക സമരമുഖം ഇത് മാത്രമാണ്. രാഹുലിനെ കൊണ്ട് ഓടി നടന്ന് ചീമോട്ട് എറിയാൻ പോയി. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ മുകേഷിനിട്ട് എറിയാൻ പോയിട്ടുണ്ടോ? അതാ സാംസ്കാരികമായ വ്യത്യാസം, കൾച്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കേഡേഴ്സ്. അത് ആ കേഡേഴ്സിനാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത് ബിറ്റ്വീൻ എമംഗ് ദ ലീഡേഴ്സ്. കൈകാര്യം ചെയ്യുന്ന വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആരൊക്കെയാണ്? MM മണി, പിണറായി വിജയൻ, ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നത്, EP ജയരാജൻ, ഇവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കൾച്ചർ താഴെ അണികളിലേക്ക് വന്നു. അത് അങ്ങനെ വീണ്ടും അത്തരം ഒരു കൾച്ചർ വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിലെ ബാക്കി എല്ലാ വിഷയങ്ങളെയും മുക്കിക്കൊല്ലാൻ വേണ്ടി, പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ മുക്കിക്കൊല്ലാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും ആസൂത്രിതമായി ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമാണത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഭാവന കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി എത്തുമെന്ന്. ഇനി എറണാകുളത്താണോ, തൃശ്ശൂരാണോ, അതോ പാലക്കാടാണോ? ഇനി CPM സ്ഥിരമായി കുത്തക വെച്ചിരിക്കുന്ന ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ ഭാവനക്ക് സീറ്റ് കൊടുക്കുമോ എന്നറിയാൻ നമുക്ക് ധർമ്മടം കൊടുക്കുമായിരിക്കും. ധർമ്മടത്ത് എന്തായാലും കൊടുക്കൂല്ലേ പിണറായി? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഭാവന മത്സരിക്കുമോ. ഭാവന ഇതൊരു മനസ്സ് തുറന്നിട്ടില്ല. പിണറായി വിജയൻ വേണമെന്ന് പുതുപ്പള്ളി മത്സരിക്കും. ഭാവന ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല, മൂളിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഭാവനയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നീക്കം ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ ഭാവനയ്ക്ക് ഇതൊക്കെ കൂടെ കൊടുക്കുക. ഡൽഹിയിൽ അംബാസഡറായിട്ട് കൊടുക്കത്തില്ലേ? സമ്പത്തിനൊക്കെ കൊടുത്ത പോസ്റ്റ് കൊടുക്കത്തില്ലേ? ബ്രിട്ടാസിന് കൊടുക്കുന്ന പോസ്റ്റ് കൊടുക്കത്തില്ലേ? KV തോമസിന് കൊടുത്ത് കഴിഞ്ഞാൽ ടൂറിസം ഡെവലപ്മെൻറ്റ് ഡയറക്ടറായിട്ട് വെക്കട്ടെ. എത്രയോ പോസ്റ്റുകൾ കൊടുക്കാനുണ്ട്. അവർ വരുമോ? ഭാവന അത്രയും മണ്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി വിജയൻ്റെ ട്രാപ്പിൽ അവർ വീഴുകയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.